പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ്, ഈ ഞായറാഴ്ച നവംബർ 30 നടക്കാൻ പോകുന്ന സർവൈവർ സീരീസ് വാർ ഗെയിംസ് 2025 എന്ന WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ സ്റ്റേജ് വർക്ക് നടക്കുന്ന കുറച്ച് വീഡിയോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പതിവിന് വിപരീതമായി വലിയൊരു സ്റ്റേഡിയത്തിലാണ് ഈ വർഷത്തെ സർവൈവർ സീരീസ് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ഇവൻറ്റ് നടത്തുന്നത്. കൂടാതെ ഇപ്പോൾ തന്നെ 34,000-ലധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു പോയിട്ടുണ്ട്. സ്റ്റാർ പവർ അനുസരിച്ച് സർവൈവർ സീരീസിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച കാർഡുകളും ഇപ്രാവശ്യം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു ഗംഭീര പ്രീമിയം ലൈവ് ഇവൻറ്റ് നമുക്ക് ഈ വർഷം കാണാൻ സാധിച്ചേക്കാം. മറ്റൊരു അപ്ഡേറ്റ് സൂപ്പർ താരമായ OTC റോമൻ റീൻസിനെ സംബന്ധിച്ചാണ്. സർവൈവർ സീരീസ് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞാൽ, വാർ ഗെയിംസ് മത്സരം കഴിഞ്ഞാൽ റോമൻ റീൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എത്തരത്തിലുള്ള സ്റ്റോറിയാണ് ഇനി കാണാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. മെൻസ് വാർ ഗെയിംസിൽ ഈ വർഷം റോമൻ റീൻസ് പങ്കെടുക്കുന്നുണ്ട്. റോമൻ റീൻസ് CM പങ്കും കോഡി റോഡ്സും നേതൃത്വം കൊടുക്കുന്ന ടീമിലാണ് ഒരു പാർട്ണറായിട്ട് വരുന്നത്. ഊസോസിലെ ജിമ്മി ഊസോയും ജെ ഊസോയും ഈ ഒരു ടീമിലുണ്ട്. ഇവരുടെ എതിരാളിയായിട്ട് വരുന്നത് വിഷൻ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ്, ലോഗൻ പോള്, അതുപോലെ തന്നെ ഡ്രൂ മാക്കൻഡയറും സാക്ഷാൽ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറുമാണ്. അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള എതിരാളികളാണ് മെൻസ് വാർ ഗെയിംസിൽ റോമൻ്റെ ടീമിന് എതിരെ വരുന്നത്. അപ്പോൾ ഈ ഒരു വാർ ഗെയിംസിൽ റോമൻ്റെ ടീം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച് റോമൻ റീൻസ് പരാജയപ്പെടുന്നു എന്ന് തന്നെ ഞാൻ പറയുന്നു. ഓൾറെഡി പ്രഡിക്ഷൻ വീഡിയോയിൽ നമ്മൾ ആ ഒരു കാരണങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പങ്കുവച്ചതാണ്. നിങ്ങളിൽ പലരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റോമൻ റീൻസ് ഇനിയിപ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും റോമൻ റീൻസിൻ്റേതായിട്ട് വാർ ഗെയിംസ് കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്ന സ്റ്റോറി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തേത് 2026 മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ റോമൻ റീൻസിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത വർഷത്തെ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കിട്ടാവുന്ന മാക്സിമം ടോപ്പ് സൂപ്പർ സ്റ്റാർസിനെ സൗദി അറേബ്യയിലെ റോയൽ റംബിളിൽ കൊണ്ടുവരും. റോമൻ റീൻസും അതിൽ പങ്കെടുക്കും. കുറേയധികം വർഷങ്ങൾക്ക് ശേഷം റോമൻ റീൻസ് മെൻസ് റോയൽ റംബിളിൽ വിജയിച്ച് റസൽമേനിയ 42 മെയിൻ ഇവൻറ്റിലേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ റസൽമേനിയ 42 ടിക്കറ്റ് നല്ല രീതിയിൽ വിറ്റഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ റോമൻ റീൻസിന് തിരികെ ടൈറ്റിൽ പിക്ചറിലേക്ക് കയറാനും സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു സാധ്യതയുള്ളത് CM പങ്കുമായിട്ടുള്ള ഒരു ഫ്യൂഡ്, CM പങ്കുമായിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമോ ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത മത്സരമോ അവർക്ക് ചെയ്യാം എന്നുള്ളതാണ്. CM പങ്കുമായിട്ടുള്ള വലിയൊരു ഈഗോ ക്ലാഷ് ഇപ്പോഴും റോമൻ്റെ സ്റ്റോറി ആയിട്ട് അവർ അവസാനമായി കഴിഞ്ഞ എപ്പിസോഡിലെ റോമൻ റീൻസിൻ്റെ തിരിച്ചറിവിന് ശേഷമുള്ള ആ വലിയ ബ്രൗളിന് ശേഷമുള്ള സീക്വൻസിൽ അവർ കാണിച്ചതാണ്. അപ്പോൾ CM പങ്കുമായിട്ടുള്ള ഒരു സ്റ്റോറി റോമൻ റീൻസിൻ്റേത് ഈ അടുത്ത് തന്നെ അവർ ഡയറക്റ്റ് കൊണ്ടുപോകുമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഓൾറെഡി അവർ റസൽമേനിയ 41 ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലാണ് ഏറ്റുമുട്ടിയത്. അതിൽ നിന്ന് മാറി ഒരു 1-on-1 സ്റ്റൈലിൽ ഇരുവരും മാത്രമുള്ള ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതിൻ്റെ സാധ്യതയാണ് എപ്പിസോഡിലൂടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സ്റ്റോറി ലൈനുകൾക്കാണ് വാർ ഗെയിംസ് കഴിഞ്ഞാൽ റോമൻ റീൻസിൻ്റെ ഒരു പ്ലാൻ സാധ്യത ഉള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി മറ്റൊരു കൺഫ്യൂഷനും മറ്റൊരു സംശയമുള്ളത് സാക്ഷാൽ ബ്രോക്ക് ലെസ്നറുമായിട്ട് ഒരിക്കൽ കൂടി റോമൻ റീൻസിൻ്റെ സ്റ്റോറി നടക്കുമോ എന്നുള്ളതാണ്. അതിന് സാധ്യത ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ബ്രോക്ക് ലെസ്നർ മെൻസ് റോയൽ റംബിളിൽ പങ്കെടുക്കും എന്നുള്ളത് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ബ്രോക്ക് ലെസ്നർ അതിനുശേഷം മറ്റൊരു റെസ്ലറുമായിട്ടുള്ള സ്റ്റോറി ചെയ്ത് റസൽമേനിയ 42 പോകാനാണ് സാധ്യത. റോമൻ റീൻസ് ടൈറ്റിൽ പിക്ചറിലേക്കും കയറാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വാർ ഗെയിംസ് കഴിഞ്ഞാൽ റോമൻ റീൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി വാർ ഗെയിംസിൽ മറ്റ് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.